എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കേണ്ടത് ചാപ്റ്റർ 2 ഡെസിമൽ ഫോംസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് അല്ലേ, ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഏതെല്ലാം നമ്പറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? നാച്ചുറൽ നമ്പർ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? സ്റ്റാർട്ടിങ് ഫ്രം 1 അല്ലേ, 1, 2, 3, 4, 5 എക്സെട്ര. ദാറ്റ് മീൻസ് നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 അല്ലേ, 0, 1, 2, 3, 4, 5 എക്സെട്ര മീൻസ് ഹോൾ നമ്പേഴ്സ്. പിന്നെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇൻറ്റജേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇൻറ്റജേഴ്സ് അല്ലേ, ഇൻറ്റജേഴ്സ് ഏതൊക്കെയാ? ഇൻറ്റജേഴ്സ് മീൻസ് 0, അത് നമ്മുടെ ഹോൾ നമ്പർ ഫുൾ ആയിട്ട് വരും. 0, +1, +2, +3, +4 എക്സെട്ര. നമ്മുടെ ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാ? 0, 1, 2, 3 അല്ലേ. നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0യും കൂടെ ചേരുമ്പോൾ എന്താവും? ഹോൾ നമ്പേഴ്സ് ആവും. ഓക്കെ, ഈ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ -1, -2, -3, -4 എക്സെട്ര. അപ്പോൾ 1, 2, 3, 4, 5 എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ കൂടെ 0യും കൂടെ വരുമ്പോഴത്തേക്ക് എന്താവും? ഹോൾ നമ്പേഴ്സ്. ആ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ -1, -2, -3, -4 ചേരുമ്പോൾ എന്താവും? ഇൻറ്റജേഴ്സ്. എന്താവും? ഇൻറ്റജേഴ്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഈ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ പറ്റും. ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട്, അത് റാഷണൽ നമ്പർ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ഹോൾ നമ്പർ, ഇൻറ്റജേഴ്സ് ഒക്കെ പഠിച്ചതുപോലെ പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പർ പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പർ റാഷണൽ നമ്പർ മീൻസ് ന്യൂമറേറ്റർ ഒരു ഇൻറ്റജർ ആവണം, ഡിനോമിനേറ്ററും ഒരു ഇൻറ്റജർ ആവണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റജർ ആവണം. ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ റാഷണൽ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തായിരിക്കണം? മസ്റ്റ് ബി എ ഇൻറ്റജർ. മസ്റ്റ് ബി ആൻ ഇൻറ്റജർ ആയിരിക്കണം അല്ലേ. ഇൻറ്റജറിലുള്ള സംഖ്യ തന്നെ ആയിരിക്കണം ഏത്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഡിനോമിനേറ്റർ എന്താകാൻ പാടില്ല? 0 വരാൻ പാടില്ല. എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. ഇപ്പൊ +4ഉം +7ഉം ന്യൂമറേറ്ററും ഇൻറ്റജർ ആണ്, ഡിനോമിനേറ്ററും ഇൻറ്റജർ ആണ്. എന്നാൽ ഡിനോമിനേറ്റർ എന്തല്ല? 0 ആണോ? അല്ല. അപ്പൊ എന്ത് നമ്പർ ആവും? ഇതൊരു റാഷണൽ നമ്പർ ആവൂലേ? ആവും. 0/8 അല്ലേ, 0/8. ന്യൂമറേറ്റർ ഇൻറ്റജർ, ഡിനോമിനേറ്റർ ഇൻറ്റജർ അല്ലേ. എന്നാൽ ഡിനോമിനേറ്റർ 0 ആണോ? അല്ല. അപ്പൊ എന്ത് നമ്പർ ആവും? ഇതൊരു റാഷണൽ നമ്പർ ആവും. ഇത് -8 ആയാലും റാഷണൽ നമ്പർ ആവും. എന്നാൽ 0/10 ഇത് റാഷണൽ നമ്പർ ആണോ നോക്കിയേ. ന്യൂമറേറ്റർ ഇൻറ്റജർ, ഡിനോമിനേറ്ററും ഇൻറ്റജർ. ഡിനോമിനേറ്റർ 0 ആണോ? അല്ല. അപ്പൊ എന്ത് നമ്പർ ആവും? റാഷണൽ നമ്പർ ആവും. എന്നാൽ ഇത് തിരിച്ചെഴുതി നോക്കിയേ. 10/0 ന്യൂമറേറ്റർ ഇൻറ്റജർ ആണ്, ഡിനോമിനേറ്ററും ഇൻറ്റജർ ആണ്. എന്നാൽ ഡിനോമിനേറ്റർ 0 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താകില്ല? റാഷണൽ നമ്പർ ആകില്ല. എന്താകത്തില്ല? ഇത് റാഷണൽ നമ്പർ ആകില്ല. ഓക്കെ, ഇപ്പൊ ഇതാണ് റാഷണൽ നമ്പറിന്റെ പ്രത്യേകത. അപ്പൊ റാഷണൽ നമ്പറിന്റെ പ്രത്യേകത എന്താ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റജർ ആവണം. എന്നാൽ ഡിനോമിനേറ്റർ എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ബാക്കിയുള്ള ഏത് നമ്പറും ഡിനോമിനേറ്ററിലും വരാം. എന്ത് തന്നെ ആയിരിക്കണം? ഇൻറ്റജർ എന്ന നമ്പർ തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് റാഷണൽ നമ്പറാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒരു റാഷണൽ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. ഇതാണ് ഒരു റാഷണൽ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാം. ഫോർ എക്സാമ്പിൾ 1/2. 1/2 എന്ന റാഷണൽ നമ്പർ നമുക്ക് കിട്ടി. ഇത് നമുക്ക് എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാം? എങ്ങനെ മാറ്റാൻ പറ്റും? റാഷണൽ നമ്പറിന്റെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ അതിന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു റാഷണൽ നമ്പറിനെ ഡെസിമൽ നമ്പറാക്കി മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 1 എന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാം. 1
ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഒന്നിന് പോവോ ഇല്ല, പോയിന്റ് കൊടുത്തു 10, 5 2s are 10, റിമൈൻഡർ 0. എത്ര കിട്ടും ആൻസർ? 0.5. എത്രയാണ്? 0.5. അപ്പോൾ 1/2 എന്ന റാഷണൽ നമ്പറിന് തുല്യമാണ് 0.5 എന്ന ഡെസിമൽ നമ്പർ. അപ്പൊ ഏതൊക്കെ ഈക്വലായി? റാഷണൽ നമ്പർ 1/2ന് ഈക്വലായി ഡെസിമൽ നമ്പറായ 1/5. ഇനി നമുക്ക് 1/3 നോക്കാം. 1/3 എന്ന റാഷണൽ നമ്പർ നമുക്ക് എന്താക്കി മാറ്റണം? ഡെസിമൽ നമ്പർ ആക്കി മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും നമുക്ക് നോക്കാം. 1നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 ഡിവൈഡഡ് ബൈ 3. പോയിന്റ് കൊടുത്തു 10, 3 3s are 9, റിമൈൻഡർ 1. വീണ്ടും 0 കൊടുത്തു 10, എത്ര? 3 3s are 9, റിമൈൻഡർ 1. വീണ്ടും 0 കൊടുത്തു 10. അപ്പൊ 0.333 എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോഴ് ഇവിടെ 1/3 എന്ന റാഷണൽ നമ്പർ ഈക്വൽ ഏതാ? 0.333 അങ്ങനെ പോകും അല്ലേ? എക്സെട്ര അങ്ങനെ ഇത് റെക്കർ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തത് 1/5 അല്ലെങ്കിൽ 2/5 എങ്ങനെ ഡെസിമൽ നമ്പർ ആക്കി മാറ്റും? 2നെ നമ്മൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 ഡിവൈഡ് ബൈ 5. പോയിന്റ് കൊടുത്തു 20, എത്ര? 4 5s are 20. എത്ര ആൻസർ? 0.4. അടുത്ത 12 ഡിവൈഡ് ബൈ 5 എങ്ങനെ ചെയ്യും? 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 12 ഡിവൈഡ് ബൈ 5. 2 5s are 10, റിമൈൻഡർ 2. പോയിന്റ് കൊടുത്തു 20, 4 5s are 20. എത്ര ആൻസർ? 2.4. ഇനി നമുക്ക് ഒരു റാഷണൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ റാഷണൽ നമ്പർ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഡെസിമൽ നമ്പർ ആക്കി മാറ്റാം. ഡെസിമൽ നമ്പർ ആക്കുന്നത് എങ്ങനെയാ? അതിന്റെ ന്യൂമറേറ്ററിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് റാഷണൽ നമ്പറിനെ എങ്ങനെ ഡെസിമൽ നമ്പർ ആക്കി മാറ്റാം എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം, കുറച്ചുകൂടെ ഈസി ആയിട്ട് നോക്കാം എങ്ങനെ ചില റാഷണൽ നമ്പർ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാതെ തന്നെ എന്തിലേക്ക് മാറ്റാൻ പറ്റും? ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴ് 4/10. 4/10. 4 നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 4 നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 10ൽ ഒരു 0 അല്ലേ ഉള്ളൂ ഇല്ല? അങ്ങനെ ഒരു 0 ഡിനോമിനേറ്റർ കിടക്കുന്നെങ്കിൽ മുകളിലുള്ള നമ്പർ നമ്മൾ ഒരു പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റണം. ഒരു പ്ലേസ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് 0.4. അപ്പോൾ 10 ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 10 നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാതെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഡിനോമിനേറ്ററിൽ 1 0 ഉള്ള നമ്പർ ആണെങ്കിൽ 1ഉം ഒരു 0ഉം ആണെങ്കിൽ ഒരു പ്ലേസ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറ്റണം. എന്നിട്ട് പോയിന്റ് കൊടുക്കുക. അപ്പോൾ 24/10 ആണെങ്കിലോ 2.4. ഒരു പ്ലേസ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ്. 125/10 ആണെങ്കിലോ ഒരു പ്ലേസ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക്. ദാറ്റ് മീൻസ് 12.5. ഓക്കെ, 2056/10 ആണെങ്കിലോ ഒരു പ്ലേസ് ആണ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. അപ്പൊ എന്താവും? 25.6. അപ്പോഴാ ഡിനോമിനേറ്റർ 10 ആണെങ്കിൽ, ഡിനോമിനേറ്റർ എന്താണെങ്കിൽ 10 ആണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്താ മാർഗം? ഒരു പ്ലേസ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ന്യൂമറേറ്ററുള്ള നമ്പർ അങ്ങോട്ട് എടുത്തെഴുതുക. ഒരു പ്ലേസ് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റുക. ഇവിടെ 24/10, 24 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 24 അങ്ങോട്ട് എടുത്തെഴുതുക. ഡിനോമിനേറ്റർ 10 ആണെങ്കിൽ ഒരു പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ന്യൂമറേറ്റർ ഫുൾ അങ്ങോട്ട് എടുത്തെഴുതുക. ഒരു പ്ലേസ് വേണം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ 4/10 എങ്ങനെയാവും? 0.4. 24/10 എന്താവും? 2.4. 125/10 ആകുമ്പോൾ എന്താവും? 12.5. 256/10 ആകുമ്പോൾ എന്താവും? 25.6. ഓക്കെ, ഇനി നമുക്ക് by 10 നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി 3/100 ആണെങ്കിലോ
ഓക്കെ 3/100 3 നമുക്ക് എന്ത് ചെയ്യണം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഈ ന്യൂമറേറ്റർ അങ്ങ് എടുത്ത് എഴുതുക 3. ഡിനോമിനേറ്റർ 10 ആണെങ്കിൽ നമുക്ക് എന്തറിയാം ഒരു പ്ലേസ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ മതി. പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ എത്രയാ 100 ആണ്. 100 മീൻസ് 20 ഉള്ള നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ 2 പ്ലേസ് ആണ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ 20 100 വന്നാൽ ഡിനോമിനേറ്റർ 100 ആണെങ്കിൽ നമ്മൾ 2 പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റണം. 2 പ്ലേസ് മറ്റേ ഇവിടെ കൂടെ ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ. 2 ഡിജിറ്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 0 കൊടുക്കുക, ഇപ്പുറത്ത് പോയിന്റ് കൊടുക്കുക. അപ്പോൾ 3/100 മീൻസ് 0.03. 3/100 മീൻസ് 0.03. അപ്പോൾ 21/100 ആണെങ്കിലോ നമ്മൾ 21 അതേപോലെ അങ്ങോട്ട് എടുത്തെഴുതുക. എത്ര പ്ലേസ് റൈറ്റ് ലെഫ്റ്റിലേക്ക് മാറും? 2 പ്ലേസ് ആയിരിക്കും റൈറ്റ് ലെഫ്റ്റിലേക്ക് മാറുക. അപ്പം എന്താവും 0.21. ഓക്കെ, അടുത്ത 126/100 അല്ലെ. 126 ന്യൂമറേറ്റർ അതേപോലെ എടുത്തെഴുതുക. 2 പ്ലേസ് റൈറ്റ് ലെഫ്റ്റിലേക്ക് ആകുമ്പോഴത്തേക്ക് എത്രയാവും? 1.26 കണ്ടോ? അപ്പോൾ ഡിനോമിനേറ്റർ 10 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലേസ് ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. ന്യൂമറേറ്ററിലുള്ള സംഖ്യ എടുത്തങ്ങോട്ട് എഴുതുക, ഒരു പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റുക. ബൈ 10 ആണെങ്കിൽ, ബൈ 100 ആണെങ്കിലോ ന്യൂമറേറ്റർ എടുത്തെഴുതുക, 2 പ്ലേസ് ആണ് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. ഒരു പ്ലേസ് മാത്രമേ മാറ്റാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ലെഫ്റ്റിൽ കൊടുക്കണം. എന്നിട്ട് വേണം ഇപ്പുറത്ത് എന്ത് കൊടുക്കേണ്ടത്? പോയിന്റ് കൊടുക്കേണ്ടത്. ഒന്നൊരു എക്സാമ്പിൾ എഴുതാം. 7/100 അല്ലേ. ഇവിടെ 7 മാത്രമേ ഉള്ളൂ, ഒരു ഡിജിറ്റേ ഉള്ളൂ. നമുക്ക് 2 ഡിജിറ്റ് വേണം എന്ത് ചെയ്യേണ്ടത്? ലെഫ്റ്റിലേക്ക് മാറാനുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡിജിറ്റ് ഉള്ളത് കൊണ്ട് ഒരു 0 കൊടുക്കും, എന്നിട്ട് പോയിന്റ് കൊടുക്കും. അപ്പോൾ എന്താവും? 0.07. ദാറ്റ് മീൻസ് 7/100 is equal to 0.07. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8/1000 ആണെന്ന് വെച്ചോ. ഓക്കെ, 8/1000. 10 ആയപ്പോൾ ഒരു പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി. 100 ആയപ്പോഴോ 2 പ്ലേസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റിയത്. അപ്പൊ 1000 ആകുമ്പോൾ എത്ര മാറ്റണം? 3 പ്ലേസ് ആണ് എന്ത് ചെയ്യേണ്ടത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. എത്ര പ്ലേസ് ആണ്? 3 പ്ലേസ്. ഇവിടെ ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ അല്ലേ. പ്ലേസ് വാല്യൂ എത്ര ഉണ്ട്? ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ 2 ഡിജിറ്റ് കൂടെ മാറണം. അപ്പൊ നമ്മള് 2 0 കൂടെ കൊടുക്കണം. ഇപ്പൊ മൊത്തം എത്രയായി? 3 ഡിജിറ്റ് ആയില്ലേ പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ എത്രയായി? 1 2 3. അപ്പൊ ഡിനോമിനേറ്റർ 1000 ആണെങ്കിൽ നമ്മൾക്ക് പോയിന്റ് പോയിട്ട് എത്ര വേണം? 3 ഡിജിറ്റ് വേണം. ഇവിടെ ഇപ്പോൾ ഒരു ഡിജിറ്റേ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 2 0 കൂടെ ലെഫ്റ്റ് സൈഡിലൂടെ അങ്ങോട്ട് കൊടുക്കും. അടുത്ത 21/1000. ഇതെങ്ങനെ എഴുതാം? 21 എടുത്തെഴുതി അല്ലേ. ബൈ 1000 ആകുമ്പോഴത്തേക്ക് 3 ഡിജിറ്റ് ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. എത്ര ഡിജിറ്റ് ആണ് മാറ്റേണ്ടത്? 3 ഡിജിറ്റ്. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്. 3 ഇല്ലാത്തത് കൊണ്ട് അവിടെ 0 കൊടുക്കുക, പോയിന്റ് കൊടുക്കുക. അപ്പോൾ എന്താവും? 0.021. അടുത്തത് 125/1000. 125/1000. അപ്പൊ എങ്ങനെയാവും? 125 അതേപോലെ എടുത്തെഴുതുക. 125/1000 അല്ലേ. എത്ര പ്ലേസ് മാറും? 3 പ്ലേസ്. 1 2 3 പ്ലേസ് മാറി പോയിന്റ്. അപ്പോൾ 125/1000 ആകുമ്പോൾ എന്താവും? 0.125. നമ്മൾ ഡെസിമലിന് ശേഷം ഓരോ ഡിജിറ്റ് എടുത്തു വേണം വായിക്കാൻ. പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ 1 2 5 എന്നേ വായിക്കാം. ഓക്കെ, അടുത്തത് 7462 ഡിവൈഡ് ബൈ 1000. നമ്മൾ ന്യൂമറേറ്റർ ഫുൾ അങ്ങോട്ട് എടുത്ത് എഴുതുക. 7462 ന്യൂമറേറ്റർ ഫുൾ എടുത്തെഴുതി. ബൈ 1000 അല്ലേ. അപ്പൊ എത്ര ഡിജിറ്റാണ് മാറേണ്ടത്? 3 ഡിജിറ്റ് അല്ലേ. 3 ഡിജിറ്റ് വേണം മാറാൻ. അപ്പോൾ 1 2 3. അപ്പൊ വരും 7.462. ഇവിടെ ഇനി നമുക്ക്
അപ്പോൾ ഡിനോമിനേറ്റർ 1000 ആയപ്പോൾ 3 ഡിജിറ്റ്, 100 ആയപ്പോൾ 2 ഡിജിറ്റ് മാറണം, 10 ആയപ്പോൾ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ്? 1 ഡിജിറ്റ്. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത് ഡിനോമിനേറ്റർ 10 ആണെങ്കിൽ ആൻസറിൽ പോയിന്റ് പോയിട്ട് 1 ഡിജിറ്റേ കാണും. ഓക്കെ, ഡിനോമിനേറ്റർ 100 ആണെങ്കിലോ പോയിന്റ് പോയിട്ട് എത്ര ഡിജിറ്റ്? 2 ഡിജിറ്റ്. ഡിനോമിനേറ്റർ 1000 ആണെങ്കിലോ പോയിന്റ് പോയിട്ട് 3 ഡിജിറ്റ് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി മനസ്സിലായല്ലോ. ന്യൂമറേറ്റർ അതേപോലെ എഴുതുക. ബൈ 1000 ആണെങ്കിൽ 3 ഡിജിറ്റ് വേണം, 1 ഡിജിറ്റ് അവിടെ ഉള്ളൂ, ബാലൻസ് 2 0 ഇവിടെ കൊടുത്തിട്ട് വേണം ഇപ്പം എന്ത് കൊടുക്കേണ്ടത്? ആ ഡെസിമൽ പോയിന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു റാഷണൽ നമ്പർ കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് എന്താക്കി മാറ്റാൻ പറ്റും? ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ബൈ എന്തൊക്കെ വന്നാൽ 10ഉം 100ഉം 1000ഉം. അപ്പോൾ 10 വന്നാൽ 1 ഡിജിറ്റ്, 100 വന്നാൽ പോയിന്റ് ലെഫ്റ്റിലോട്ട് 2 ഡിജിറ്റ്, 1000 വന്നാൽ പോയിന്റ് ലെഫ്റ്റിലോട്ട് 3 ഡിജിറ്റ്. അപ്പോൾ 10,000 വന്നാലോ? അപ്പോൾ ഇവിടെ 10,000 ആണെന്ന് വിചാരിച്ചോളുക. അപ്പോൾ എത്ര ഡിജിറ്റ് മാറണം? 4 ഡിജിറ്റ് മാറണം അല്ലേ? അപ്പോൾ ഈ ന്യൂമറേറ്റർ ഫുൾ അങ്ങോട്ട് എടുത്തെഴുതുക. 1 2 3 4 ഡിജിറ്റ് എടുത്തെഴുതി എന്നിട്ട് പോയിന്റ് വേണം. അപ്പോൾ 10,000 ആണെങ്കിൽ പോയിന്റ് പോയിട്ട് 4 ഡിജിറ്റ്, 1000 ആണെങ്കിൽ പോയിന്റ് പോയിട്ട് 3 ഡിജിറ്റ്. എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. കുറവുള്ളത് എന്ത് കൊടുക്കുക? 0 അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒരു ഡെസിമൽ നമ്പർ നമുക്ക് കിട്ടിയാൽ നമുക്ക് അതിനെ എങ്ങനെ റാഷണൽ നമ്പറിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. ഒരു ഡെസിമൽ നമ്പർ കിട്ടിയാൽ നമുക്ക് അതിനെ റാഷണൽ നമ്പറിലേക്ക് മാറ്റണം. ഫോർ എക്സാമ്പിൾ 0.3 ഇത് ഡെസിമൽ ഫോമാണ്. ഈ ഡെസിമൽ ഫോമിലുള്ള ഈ നമ്പർ നമുക്ക് റാഷണൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കണം. എത്ര ഡിജിറ്റ് ഉണ്ട്? 1 ഡിജിറ്റേ ഉള്ളൂ. 1 ഡിജിറ്റ് ആണെങ്കിൽ 110 ആയിരിക്കും ഡിനോമിനേറ്റർ. മസ്റ്റ് 1 ആദ്യം ഇടുക. പോയിന്റ് പോയിട്ട് 1 ഡിജിറ്റേ ഉള്ളെങ്കിൽ 1 0 ഉള്ള ഏറ്റവും സ്മാളസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ എന്താവും? 10 ആണ് ഡിനോമിനേറ്റർ. ഈ ബാക്കി ഫുൾ നമ്പർ മുകളിലേക്ക് എഴുതിയാൽ മതി. 3. അപ്പോൾ ആൻസർ എന്താവും? 3/10. ഫോർ എക്സാമ്പിൾ എടുക്കാം 0.4 4/10. ബട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റേ ഉള്ളൂ എങ്കിൽ 10 ആയിരിക്കും ആൾവേസ് ഡിനോമിനേറ്റർ. ഓർത്ത് വയ്ക്കുക, പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ 10 ആൾവേസ് ഡിനോമിനേറ്റർ ആയിരിക്കും. ബാക്കിയുള്ള ഈ നമ്പർ ന്യൂമറേറ്റർ ആയിട്ടും എഴുതിയാൽ മതി. പോയിന്റ് ഇല്ലാതെ ന്യൂമറേറ്റർ ആയിട്ടും എഴുതിയാൽ മതി. അപ്പൊ 0.7 നമ്മൾ എങ്ങനെ എഴുതും? 7/10. 0.9 നമ്മൾ എങ്ങനെ എഴുതും? 9/10. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റേ ഉള്ളെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കും? ആൾവേസ് 10 ആയിരിക്കും. ബാക്കി നമ്പർ ന്യൂമറേറ്റർ ആയിട്ടും എഴുതിയാൽ മതി. അപ്പൊ 0.23 ഇത് നമ്മൾ എങ്ങനെ റാഷണൽ ഫോമിൽ എഴുതും? പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണുള്ളത്. 2 ഡിജിറ്റ് ആണെങ്കിൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ആണെങ്കിൽ 100 ആൾവേസ് ഡിനോമിനേറ്റർ. 100 ആയിരിക്കും ആൾവേസ് ഡിനോമിനേറ്റർ. ബാക്കി ഫുൾ നമ്പർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. അപ്പോൾ എന്താവും? 23/100. അടുത്ത 0.71 നമ്മൾ എങ്ങനെ എഴുതും? 71/100. ഓക്കെ, അടുത്ത 0.05 നമ്മൾ എങ്ങനെ എഴുതും? 05/100. ഫുൾ നമ്പർ ന്യൂമറേറ്റർ എഴുതുക. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 100 മസ്റ്റ് ബി ഡിനോമിനേറ്റർ. അപ്പോൾ 05/100 05/100 is equal to 5/100. ഓക്കെ, അടുത്ത 0.07 പോയിന്റിന് ശേഷം ഡെസിമൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് ഡിനോമിനേറ്റർ മസ്റ്റ് ബി 100. ബാക്കി 07 ആയിരിക്കും ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. 07/100 is equal to 7/100. ഓക്കെ, അടുത്തത് 4.3 ആണുള്ളത്. 4.3 പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാവും? 43/10.
1.23 നമ്മൾ എങ്ങനെ എഴുതും? പോയിന്റിന് ശേഷം ആഫ്റ്റർ പോയിന്റ് ആണ്. പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ്. അപ്പൊ 100 മസ്റ്റ് ബി ഡിനോമിനേറ്റർ. 1 2 3 ഈ ഫുൾ നമ്പർ ആയിരിക്കും ന്യൂമറേറ്റർ ആയിട്ട് വരിക. അപ്പോൾ 123/100 ആയിരിക്കും. അടുത്ത 12.7 നമ്മൾ എങ്ങനെ എഴുതും? പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ എന്താവും? 10 മസ്റ്റ് ബി ഡിനോമിനേറ്റർ. ബാക്കി ഫുൾ നമ്പർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതണം. അടുത്ത 0.006 പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ഉണ്ട്. 1 ഡിജിറ്റ് ആയപ്പോൾ ഡിനോമിനേറ്റർ 10, പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ആയപ്പോൾ ഡിനോമിനേറ്റർ 100. അപ്പോൾ ആഫ്റ്റർ പോയിന്റ് 3 ഡിജിറ്റ് വന്നാലോ മസ്റ്റ് ഡിനോമിനേറ്റർ 1000 ആയിരിക്കും. ബാക്കി ഹോൾ നമ്പർ ന്യൂമറേറ്റർ മീൻസ് 006. 006 മീൻസ് 6/1000. ഫസ്റ്റ് സീറോയ്ക്ക് വാല്യൂ ഇല്ലല്ലോ, അപ്പൊ 6/1000. അപ്പൊ പോയിന്റ് 1.725 പോയിന്റിന് ശേഷം 3 ഡിജിറ്റിലെ അപ്പോൾ മസ്റ്റ് ബി ഡിനോമിനേറ്റർ എന്തായിരിക്കും? 1000. അവിടെ 1725 ബാക്കി ഫുൾ നമ്പർ ആയിരിക്കും ന്യൂമറേറ്റർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ പോയിന്റ് പോയിട്ട് 3 ഡിജിറ്റ് ആണെങ്കിൽ മസ്റ്റ് 1000 ആയിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട് വരിക. അപ്പൊ പോയിന്റ് പോയിട്ട് 42121 ആണെങ്കിലോ പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് ഉണ്ടെങ്കിലോ 10,000 ആയിരിക്കും ഡിനോമിനേറ്റർ. 10,000 ബാക്കി ഈ ഹോൾ നമ്പർ ആയിട്ട് ന്യൂമറേറ്ററിൽ വരും. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് ഉള്ളെങ്കിൽ 10 ആണ് ഡിനോമിനേറ്റർ. ഓക്കെ, പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 100 മസ്റ്റ് ബി ഡിനോമിനേറ്റർ. ഓക്കെ, പോയിന്റ് 07 ആയാലും എത്ര വരും? പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ, അപ്പൊ എത്ര ഡിനോമിനേറ്റർ? 100 ആണ്. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ആണെങ്കിൽ 100, അപ്പൊ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ആണെങ്കിലോ എത്ര വരും? 1000. ബാക്കി ഹോൾ നമ്പർ ആണ് ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. ന്യൂമറേറ്റർ എഴുതി കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് 0 ആണെങ്കിൽ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ ബാക്കി എന്ത് വരും? 6/1000. അപ്പോൾ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ആണെങ്കിൽ മസ്റ്റ് 1000 ആയിരിക്കും ഡിനോമിനേറ്റർ. ബാക്കി ഹോൾ നമ്പർ നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് ഉണ്ടെങ്കിലോ 10,000 ആയിരിക്കും ഡിനോമിനേറ്റർ. ബാക്കി ഹോൾ നമ്പർ നമ്മൾ ഇവിടെ എഴുതിയാൽ മതി, ന്യൂമറേറ്ററിൽ അങ്ങ് എഴുതിയാൽ മതി. ഇനി നമുക്ക് ഡെസിമൽ നമ്പറിനെ എന്താക്കി മാറ്റാൻ പറ്റും? റാഷണൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ റാഷണലൈസ് എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ തന്നിട്ട് റാഷണലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് അങ്ങോട്ട് നോക്കുക. അത് നോക്കിയതിന് ശേഷം നമ്മൾ 1 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എന്ത് കൊടുക്കുക? 10 കൊടുക്കുക. പോയിന്റിന് ശേഷം ആഫ്റ്റർ പോയിന്റ് 2 ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 100 ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുക. ആഫ്റ്റർ പോയിന്റ് 3 ഡിജിറ്റ് ആണെങ്കിലോ 1000 ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുക. ബാക്കി ആ ഹോൾ നമ്പർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ആഫ്റ്റർ പോയിന്റ് 4 ഡിജിറ്റ് ആണെങ്കിൽ 10,000. അപ്പോൾ ആഫ്റ്റർ പോയിന്റ് 5 ഡിജിറ്റ് ആണെങ്കിലോ 62165 എന്തായിരിക്കും ഡിനോമിനേറ്റർ? 5 പോയിന്റ് ആഫ്റ്റർ പോയിന്റ് 5 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 1 lakh അല്ലേ? 1ഉം 50 ആയിരിക്കും ഡിനോമിനേറ്റർ. ബാക്കി ഹോൾ നമ്പർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതും 62165. അതാണ് ന്യൂമറേറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായി നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. 2/10 ഡെസിമൽ ഫോം ആക്കുമ്പോൾ എന്താവും? 0.2. അപ്പൊ ഡിനോമിനേറ്റർ 10 ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. ബൈ 10 ആണെങ്കിൽ ഒരു പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റും. 3/100 ആണെങ്കിലോ 2 പ്ലേസ് ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റുക. 21/1000 ആണെങ്കിലോ 3 പ്ലേസ് ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റുക. അപ്പൊ 0.021 അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അടുത്ത 125/10,000 നമ്മൾ എന്ത് ചെയ്യും? 4 പ്ലേസ് ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 4 പ്ലേസ് മാറണം. അപ്പോൾ 1 2 3 4 നമ്മൾ എന്ത് ചെയ്യും? 0.0125 അല്ലേ? അപ്പൊ ഇവിടെ 25/1000 10,000 ആയിരുന്നെങ്കിലോ
0.0025 എന്ന് വന്നേ. ഓക്കെ, 25/10,000 ആണെങ്കിൽ 4 പ്ലേസ് നമുക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറണം. ഇപ്പൊ 2 പ്ലേസ് ഇവിടെ എടുക്കാനുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? 2 zeros ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലെഫ്റ്റിലോട്ട് കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോയിന്റ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ 7/10,000 ഇങ്ങനെയാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? 4 പ്ലേസ് ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. എത്ര പ്ലേസ് മാറണം? 4 പ്ലേസ് മാറണം. ഇവിടെ ഒരു പ്ലേസേ മാറാനുള്ളൂ. ബാക്കി എത്ര ഡിജിറ്റ് വേണം? 3 ഡിജിറ്റ് വേണം അല്ലേ? അതിനെന്ത് ചെയ്യണം? നമ്മൾ 3 0 അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് വേണം പോയിന്റ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഡിനോമിനേറ്റർ 10, 100, 1000, 10,000 എന്നിങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ആ റാഷണൽ നമ്പറിനെ എന്താക്കി മാറ്റാൻ പറ്റും? ഡെസിമൽ നമ്പർ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഡിനോമിനേറ്റർ ഏതൊക്കെ സംഖ്യ വന്നാൽ 10, 100, 1000, 10,000, 1 lakh അങ്ങനെയുള്ള നമ്പറാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ ഈസി ആയിട്ട് എന്തിലേക്ക് മാറ്റാൻ പറ്റും? ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം? ബൈ 10 ആണെങ്കിൽ ഒരു പ്ലേസ് വേണം റൈറ്റിന്റെ ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. ഫോർ എക്സാമ്പിൾ 32/10 ആണെങ്കിൽ ആൻസർ ഈസ് ഈക്വൽ ടു 3.2 അല്ലേ? ഒരു പ്ലേസ് ആണ് റൈറ്റിന്റെ ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, 125/10 ആണെങ്കിലോ ആൻസർ ഈസ് ഈക്വൽ ടു 12.5. ഒരു പ്ലേസ് റൈറ്റിൽ നിന്ന് മാറാൻ, റൈറ്റിൽ നിന്ന് മാറുമ്പോഴത്തേക്ക് 12.5. അപ്പോൾ ഡിനോമിനേറ്റർ 10 ആണെങ്കിൽ ഒരു പ്ലേസ് ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറുക. അപ്പോൾ ഡിനോമിനേറ്റർ 672/100 ആണെങ്കിൽ നമ്മൾ ചെയ്യണം? 2 പ്ലേസ് വേണം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറേണ്ടത്. 2 ഡിജിറ്റ് അല്ലേ? 2 ഡിജിറ്റ് മാറുമ്പോൾ 6.72. ഇങ്ങനെ ഡിനോമിനേറ്റർ 10, 100, 10,000 ഒക്കെ ആണെങ്കിൽ 1000, 10,000 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ റാഷണൽ നമ്പർ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഡെസിമൽ നമ്പർ ആക്കി മാറ്റാൻ പറ്റും. ഇനി ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000 ഒന്നും അല്ലെങ്കിൽ അല്ലാത്ത നമ്പർ വന്നാൽ നമുക്ക് എങ്ങനെ അതിനെ എളുപ്പത്തിൽ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ 1/2. ഓക്കെ, ഈ 1/2 എന്ന ഈ ഒരു റാഷണൽ നമ്പർ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഡെസിമൽ നമ്പർ ആക്കി മാറ്റാം? അത് നമ്മൾ ചെയ്യേണ്ടത് ഈ 2 എന്ന ഈ നമ്പറിനെ നമുക്ക് 10ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റും അല്ലേ? 2 × 5 ആണ് 10. 2 × 5 ആണ് 10. അപ്പൊ 2 എന്ന് പറയുന്ന ഈ ഡിനോമിനേറ്റർ നമുക്ക് എന്താക്കി മാറ്റാം? 10 ആക്കി മാറ്റാം. എന്ത് ചെയ്യാൻ മതി? ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതായത് ഈ 1/2 എന്ന ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഡിനോമിനേറ്റർ എന്തായി മാറും? 10 ആയി മാറും. അപ്പൊ ഡിനോമിനേറ്റർ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ന്യൂമറേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഈസ് ഈക്വൽ ടു ഇതെങ്ങനെയാവും? 5/10 എന്നാവും. ഓക്കെ, 5/10 നമ്മൾ പഠിച്ചു. ഡിനോമിനേറ്റർ 10 ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു പ്ലേസ് ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറുക. അപ്പൊ എന്താവും? 0.5. മനസ്സിലായോ? അടുത്തത് 1/5 അല്ലേ? 1/5 ഡിനോമിനേറ്റർ 5 അല്ലേ? ഡിനോമിനേറ്റർ നമുക്ക് 10 ആക്കി മാറ്റാൻ പറ്റുമോ നോക്കണം. ഡിനോമിനേറ്റർ 10 ആക്കാൻ മാറ്റാൻ പറ്റുമോ? അതായത് ഈ 10ന്റെ ഫാക്ടർ ആണോ 5 ആണ് അല്ലേ? അപ്പോൾ ഈ 5നെ നമുക്ക് 10 ആക്കി മാറ്റാൻ ഈ ഡിനോമിനേറ്റർ ആയ 5നെ നമ്മൾ എന്ത് ചെയ്താൽ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 5നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 10 ആവും. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ആ സെയിം 2 കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യണം. ദാറ്റ് മീൻസ് 2/10. 2/10 is equal to 0.2. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഡിനോമിനേറ്റർ 10 അല്ലെങ്കിൽ, അതായത് ഡിനോമിനേറ്റർ നമുക്ക് 10 ആക്കി മാറ്റാൻ പറ്റും. ചില നമ്പേഴ്സിനെ എങ്ങനെ മാറ്റാം? ആ ഡിനോമിനേറ്ററിനെ എന്താക്കാൻ പറ്റുമോ നോക്കുക. 10 ആക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് 10ന്റെ ഒരു ഫാക്ടർ ആണ് 2 എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 2നെ 5 കൊണ്ട് 2 × 5 ആണ് 10. ആ 5 കൊണ്ട് എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ മുകളിൽ 5 താഴെ 10ഉമായി ഡെസിമൽ ഫോം ആക്കുമ്പോൾ എന്തായി? 0.5 ആയി. ഇനി മറ്റൊന്ന് നമ്മൾ നോക്കാം. 1/8.
ഓക്കെ 1/8 ഈ 1/8 എന്ന് പറയുന്ന ഈ നമ്പറിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഡെസിമൽ നമ്പർ ആക്കി മാറ്റണം. നമുക്ക് എങ്ങനെ ഡെസിമൽ നമ്പർ ആക്കി മാറ്റാം? ഡിനോമിനേറ്റർ എന്താണ്? 8 ആണ്. ഡിനോമിനേറ്റർ 8 ആണെങ്കിൽ 8 നമുക്ക് 10 ആക്കി മാറ്റാൻ പറ്റുമോ? 8 ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 കിട്ടുമോ? ഇല്ല. 8 നമുക്ക് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടുമോ? ഇല്ല. പിന്നെ നമുക്ക് എന്താണ് അടുത്ത വേണ്ടത്? 10 പോയാൽ 100 പോയാൽ അടുത്ത നമ്പർ ഏതാ? 1000 ആയാലേ നമുക്ക് എളുപ്പം വരുള്ളൂ. അപ്പൊ 8 നമ്മൾ എന്ത് ചെയ്യണം? 125 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അതായത് 1/8 into 125 ഡിനോമിനേറ്ററിലും 125 ന്യൂമറേറ്ററിലും is equal to 125/1000 അല്ലേ? ഡിനോമിനേറ്റർ 1000 ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും? 0.125 കണ്ടോ? അപ്പോൾ ബൈ 1000 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 3 പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ പോലെ അല്ലേ? അപ്പോൾ എങ്ങനെയായി മാറുന്നത്? 0.125 എന്നാവും. അടുത്ത നോക്കിയേ 2/25 ഈ 25 എന്ന നമ്പർ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? 25 ഡിനോമിനേറ്റർ 10 ആക്കാൻ പറ്റുമോ? പറ്റില്ല. 100 ആക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? അതായത് 425 ചെയ്യുമ്പോൾ 100 ആവുമല്ലോ. അപ്പൊ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. 2 into 4 25 into 4 അല്ലേ? അപ്പൊ 25 into 4 ആകുമ്പോഴത്തേക്ക് എന്താവും? 100 ആവും. അപ്പൊ താഴെ 4 കൊണ്ട് ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നമ്മൾ ചെയ്യണം? ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ 2 into 4 ആകുമ്പോൾ എന്താവും? 8 അല്ലേ? 8/100 is equal to 0.008. ഇവിടെ കിട്ടിയോ? ഇവിടെ 2/25 എങ്ങനെയാക്കി മാറ്റാം? 25 നമുക്ക് എങ്ങനെയാക്കി മാറ്റാൻ പറ്റും? ഡിനോമിനേറ്റർ 100 ആക്കി മാറ്റാൻ പറ്റും അല്ലേ? എങ്ങനെ മാറ്റാം? 25 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 100 ആവും. 4 കൊണ്ട് എന്തിനെ മൾട്ടിപ്പിൾ ചെയ്യുക? ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ 2 into 4 8 25 into 4 100 അല്ലേ? അപ്പൊ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ വിലയ്ക്ക് വാല്യൂഷൻ എന്തില്ല? ചേഞ്ച് സംഭവിക്കോ? ഇല്ല. അപ്പൊ 25 into 4 100 ആവും. 2 into 4 എന്താവും? 8. 8/100 is equal to 0.008 വരുമോ? ഇല്ല. പോയിന്റ് വരും 0.8. ഡിനോമിനേറ്റർ എത്രയുണ്ട്? 100 അല്ലേ? അപ്പൊ 2 പ്രൈസ് എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറും. 2 പ്രൈസ് മാറുമ്പോൾ എന്താവും? 0.08 ബൈ 1000 ആണെങ്കിലാണ് 3 പ്രൈസ് വരിക. ബൈ 100 ആകുമ്പോഴോ എത്ര പ്രൈസേ വരുള്ളൂ? 2 പ്രൈസേ വരുള്ളൂ. ഓക്കെ. ബൈ 1000 ആകുമ്പോൾ 3 പ്രൈസ്, ബൈ 100 ആകുമ്പോൾ 2 പ്രൈസ്. 0.08. ഓക്കെ. ഇനി നമുക്ക് ഒരു റാഷണൽ നമ്പർ കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് എന്താക്കി മാറ്റാൻ പറ്റും? ഡെസിമൽ നമ്പർ ആക്കി മാറ്റാം. അപ്പൊ ഡിനോമിനേറ്റർ 10 or 10 മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണേ? 10 മൾട്ടിപ്പിൾ ആക്കി മാറ്റാം. അങ്ങനെ ആക്കി മാറ്റി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എങ്ങനെയൊക്കെ ആക്കാം? 10 100 1000 10,000 അങ്ങനെയുള്ള നമ്പർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ നമ്പറിനെ എന്താക്കി മാറ്റാം? ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ.